തുടക്കം നന്നായാൽ വിജയം പകുതിയായി എന്ന് പറയാറുണ്ട്. പുതിയ മന്ത്രിസഭയെ സംബന്ധിച്ച് ഈ പ്രസ്താവം ഏറെ ശരിയാണ്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ മുഖ്യമന്ത്രി എത്തിയതിനു ശേഷമുള്ള നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗതയിലാണ്. മന്ത്രിമാരെ കണ്ടെത്തിയത്, വകുപ്പുകൾ നിശ്ചയിച്ചു കൊടുത്തത്, സത്യപ്രതിജ്ഞ നടന്നത്, MLA-മാരുടെ സത്യപ്രതിജ്ഞ അരങ്ങേറിയത് എല്ലാം റെക്കോർഡ് വേഗതയിൽ നടക്കുകയുണ്ടായി. വലിയ പ്രതീക്ഷയോടെയാണ് ജനം പുതിയ മന്ത്രിസഭയെ വരവേൽക്കുന്നത്. അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങളോടെയാണ് മന്ത്രിസഭ അധികാരമേറ്റതും. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 3 തലങ്ങളിലാണ് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചത് എന്ന് പറയാം. ഒന്നാമത്തേത് തെറ്റുതിരുത്തലിൻ്റെ ഒരു സമീപനമാണ്. അതായത് പഴയ സർക്കാരിനോട് ഏതെല്ലാം മേഖലകളിലാണ് ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത് അതൊക്കെ കണ്ടെത്തി തങ്ങളുടെ നേർക്ക് അത്തരത്തിലുള്ള സമീപനം ജനങ്ങളുടെ ഭാഗത്തുണ്ടാകാത്ത വിധത്തിലുള്ള സമീപനം ഉണ്ടാകാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയതായി കാണാം. അതിൻ്റെ ഭാഗമായി 2-3 കാര്യങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവദനത്തിലും പറയുകയുണ്ടായി. അതിലൊന്നാമത്തേത് ധൂർത്ത് ഒഴിവാക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് വലിയ തുക മുടക്കാൻ സന്നദ്ധമല്ല എന്നറിയിച്ചു. രണ്ടാമത്തെ കാര്യം, പുതിയ കാറുകൾ വേണ്ട എന്ന് തീരുമാനിച്ചു. ഉള്ള കാറുകൾ ഉപയോഗിക്കുന്നതാണ് പുതിയ സർക്കാരിനെ കുറിച്ച് മതിപ്പുണ്ടാകാൻ ഇടയാക്കുന്നത് എന്ന തീരുമാനം എല്ലാവരും ഒരുപോലെ കൈക്കൊണ്ടു. മൂന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ സംബന്ധിച്ചാണ്. വളരെ ലളിതമായ രീതിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് താന് എന്ന് കേരള സമൂഹത്തിനൊരു സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ആഗ്രഹപ്രകാരമല്ല പലപ്പോഴും വാഹന വ്യൂഹങ്ങൾ പിന്തുടരുന്നത് എന്നുള്ളത് പ്രോട്ടോക്കോള് സംവിധാനം അറിയുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി Z കാറ്റഗറിയിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എങ്കിലും തൻ്റെ യാത്ര കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പാഴ്ചെലവുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും ലളിതമായിരിക്കണം തൻ്റെ യാത്ര എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ പ്രകാരം പൈലറ്റ് വാഹനവും എസ്കോർട്ട് വാഹനവും ഒക്കെ മതിയാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. നാലാമത്തെ കാര്യം, ജനങ്ങളെ വളരെ വെറുപ്പിക്കുകയും ക്ലേശത്തിലാക്കുകയും ചെയ്ത കെയർ റെയിൽ പദ്ധതി അദ്ദേഹം റദ്ദാക്കി എന്നുള്ളതാണ്. അത് ജനത്തിന് വലിയ ആശ്വാസമായി തീർന്നു. രണ്ടാമത്തെ തലമായി പറയാവുന്നത് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി തുടങ്ങി എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ആശാ വർക്കർമാർക്ക് 3000 രൂപ അധികമായി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത് പാചക തൊഴിലാളികൾ, അംഗൻവാടിയിലെ അധ്യാപകർ, അതുപോലെ ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ, അവർക്ക് 1000 രൂപ അധികമായി ആശ്വാസധനമായി നൽകുന്നതിനും തീരുമാനം ഉണ്ടായി. മൂന്നാമത്തെ ഒരു തലം, ഖജനാവ് ഖാലിയാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ധവളപത്രം ഇറക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. വിദഗ്ധരായ സാമ്പത്തിക ഉപദേഷ്ടാക്കളെ കമ്മിറ്റിയായി തിരഞ്ഞെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നില പൊതുജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഇതൊക്കെ നല്ല തുടക്കമാണ്. ജനക്ഷേമ ഭരണത്തിന് ചേരുന്ന സമീപനമാണ്.